തോട്ടപ്പള്ളി മണൽ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാത്തതിൽ കൈരളി വാർത്ത ശരിവെച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നീക്കം ആരംഭിച്ചെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. രണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീഡിംഗ് ചാനലിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ സ്പിൽവേയിലൂടെ കൂടുതൽ വെള്ളമൊഴുക്കി കളയുക. ഇതാണ് വേണ്ടത്. ഇപ്പോൾ അതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറെയും പെർമനൻ്റായിട്ട് ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടർ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കളക്ടറും എസ് പിയും മറ്റുദ്യോഗസ്ഥന്മാരെല്ലാം ഇറിഗേഷനും മോണിറ്റർ ചെയ്തുകൊണ്ട് ഉള്ള പ്രവർത്തനമായിരിക്കും നടക്കുന്നത്. ഷാജഹാൻ കൂടി ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇപ്പോൾ ഈ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്തിട്ടില്ലെന്ന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടി അത് ശരിവയ്ക്കുകയാണ്. ഇപ്പോൾ സ്പിൽവേയിലെ മണൽ നീക്കം ആരംഭിച്ചെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും അവന്തിക, നമ്മൾ 2 ദിവസം മുൻപാണ് ഈ വാർത്ത നമ്മൾ കൈരളി ടിവിയാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. കാര്യം കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു, എസി റോഡിൽ വെള്ളം കയറുന്നു, ഇത്തരം വാർത്തകളൊക്കെ ആയിരുന്നു ആദ്യം പുറത്തു വന്നത്. പക്ഷേ ഇതിന്റെ കാരണം എന്താണ് എന്നുള്ള വസ്തുത പുറത്തു കൊണ്ടുവന്നത് കൈരളി ടിവിയാണ്. കാര്യം തോട്ടപ്പള്ളി പൊഴിമുഖം അടഞ്ഞു കിടന്നതും അതോടൊപ്പം തന്നെ സ്പിൽവേയിലൂടെ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിന് തടസ്സമായിട്ട് മാലിന്യങ്ങൾ കൂമ്പാരമായിരുന്നൊക്കെ തന്നെയായിരുന്നു പ്രധാന പ്രശ്നം. ഇത് കൈരളി ടിവിയാണ് കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തത്. അതിനുശേഷം ഇന്നും മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത ഏറ്റെടുത്തു. പിന്നീടാണ് അടിയന്തരമായിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രി എൻ ലിജുവും ഒക്കെ തന്നെ ഇന്ന് സംഭവസ്ഥലം സന്ദർശിച്ചത്. രാവിലെ മുതൽ തന്നെ കുട്ടനാട് MLA തോട്ടപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും വെള്ളം ഒഴുകി പോകുന്നതിനുള്ള നടപടികളാണ് അദ്ദേഹം നടത്തി വന്നത്. പക്ഷെ അമ്പലപ്പുഴ MLA ഈ 2 പരിപാടികളിലും കണ്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ന് മഴ, ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയില്ല, നല്ല വെയിലാണ് നമുക്ക് ആലപ്പുഴയിൽ കാണാൻ സാധിക്കുന്നത്. ഇത് തുടർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടനാട്ടിൽ 2 ദിവസം നിലനിന്നാൽ കുട്ടനാട്ടിലെ ജലം ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും, വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മുൻ മന്ത്രി സജി ചെറിയാനും തോട്ടപ്പള്ളിയിൽ എത്തിയിരുന്നു. അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിനെ വിമർശിച്ചത്. സാധാരണഗതിയിൽ 2018 ശേഷം കുട്ടനാട്ടിലോ ചെങ്ങന്നൂരിലോ വെള്ളം പൊങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടില്ല. അതിന് മുൻപായിട്ട് മണൽ നീക്കം ചെയ്തിരുന്നു. പക്ഷെ അത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിന് വന്ന കാലതാമസമാണ് ഇപ്പോൾ ചെങ്ങന്നൂർ അടക്കമുള്ള പ്രദേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് മണൽ നീക്കം ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതല്ലെങ്കിൽ വലിയ ദുരന്തത്തിന് കുട്ടനാടും ചെങ്ങന്നൂർ അടക്കമുള്ള പ്രദേശങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ചെങ്ങന്നൂർ MLA സജി ചെറിയാൻ നൽകുകയുണ്ടായി.